ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇനി വരുന്ന PSC എക്സാമുകളിൽ ചോദിക്കുമെന്ന് ഉറപ്പുള്ള 107 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഐക്യരാഷ്ട്രസഭാ രൂപവൽക്കരണത്തിൻ്റെ പ്രാരംഭ ചർച്ചകളിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ വിൻസ്റ്റൺ ചർച്ചിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു ഓസോൺ പാളി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രി. ബെറിങ് കടലിടുക്ക് ഏത് സമുദ്രത്തെയാണ് ആർട്ടിക് സമുദ്രവുമായി ബന്ധപ്പെടുത്തുന്നത്? പസഫിക് സമുദ്രം. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംഘടന ഫിഫ. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇതര ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ മലയാളി ജി രവീന്ദ്രവർമ്മ. ലോകത്തെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ രാജ്യം മൊണാക്കോ. ടെസ്റ്റിൽ 10,000 റൺസ് തികച്ച ആദ്യ ക്രിക്കറ്റർ സുനിൽ ഗവാസ്കർ. വൈനുകളെക്കുറിച്ചുള്ള പഠനം ഈനോളജി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1948 നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് SK Thar. ഐക്യരാഷ്ട്രസഭ നിലവിൽ വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി S. ട്രൂമാൻ. കേരള മുഖ്യമന്ത്രിമാരിൽ ഗവർണറായി നിയമിതനായ ഏക വ്യക്തി പട്ടം താണുപിള്ള. മദർലാൻഡ് പ്രതിമ ഏത് രാജ്യത്താണ്? റഷ്യ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരം ഏതു രാജ്യത്തിൻ്റേത്? സിറിയ. സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ്. ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്രയാണ്? 25. ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതിയിൽ സ്ഥിരം അംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യം ചൈന. കോട്ടകളെ തകർക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പുരന്ധരൻ എന്നറിയപ്പെട്ട ദേവൻ ഇന്ദ്രൻ. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ. കൊല്ലം ജില്ലയിൽ ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലനട. കേശവന്റെ വിലാപങ്ങൾ രചിച്ചത് M. മുകുന്ദൻ. കേവലപൂജ്യം എന്ന് പറയപ്പെടുന്ന ഊഷ്മാവ് -273°C. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വള്ളംകളി പായിപ്പാട്ട് വള്ളംകളി. വേദം എന്ന പദത്തിൻ്റെ അർത്ഥം അറിവ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ മുൻ IAS ഓഫീസർ അൽഫോൺസ് കണ്ണന്താനം. നോബൽ സമ്മാനം ലഭിക്കുന്നതിന് മുമ്പ് ഭാരതരത്നം ലഭിച്ച ഏക വ്യക്തി നെൽസൺ മണ്ടേല. പെരിയാറിൻ്റെ പഴയ പേര് ചൂർണി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അളവ് രേഖപ്പെടുത്തുന്നതിനുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ് ബാരൽ. കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സ്പീക്കറായ ആദ്യ വ്യക്തി K. രാധാകൃഷ്ണൻ. ബെഞ്ചമിൻ ബെയ്ലിയുടെ നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ഏത് വർഷത്തിൽ? AD 1846. ജിപ്മർ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എവിടെയാണ്? പുതുച്ചേരി. ഭൂരിഭാഗം അമേരിക്കൻ പൗരന്മാരും ഏത് രാജ്യത്തെ വംശജരാണ്? ബ്രിട്ടൻ. ബംഗാൾ വിഭജിച്ച വൈസ്രോയ് കഴ്സൺ പ്രഭു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന നിയമസഭ 4ാം നിയമസഭ. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ മലയാളി ചാൾസ് ഡയസ്. പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായ പത്രപ്രവർത്തകൻ T. വേണുഗോപാൽ. ഭാരതരത്നം ബഹുമതി ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നേത്രത്തിൻ്റെ വ്യാസം 2.5 സെൻറ്റിമീറ്റർ. ഷെഫീൽഡ് എന്ന സ്ഥലം ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം? കട്ട്ലറി. ഭാരതരത്നം കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി പരമവീര ചക്രം. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? മൈസൂർ. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആര്? ഗവർണർ. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമെന്ന നിലയിൽ
പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. നോബൽ സമ്മാന ജേതാവാൽ ദേശീയഗാനം രചിക്കപ്പെട്ട യൂറോപ്യൻ രാജ്യം നോർവേ. മൊസാംബിക് പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. മൊജാവ് മരുഭൂമി ഏതു വൻകരയിലാണ്? വടക്കേ അമേരിക്ക. താജ്മഹൽ നിർമ്മിക്കാൻ എത്ര വർഷം എടുത്തു? 22. തെഹ്രി അണക്കെട്ട് ഏതു നദിയിൽ? ഭഗീരഥി. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് രചിച്ചത് ആർ വെങ്കിട്ടരാമൻ. സംഘകാലത്തെ പാണ്ഡ്യരാജാക്കന്മാരിൽ ഏറ്റവും പരാക്രമി നെടുഞ്ചേഴിയൻ. സോഡിയം പൊട്ടാസ്യം എന്നിവ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹംഫ്രി ഡേവി. ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. കേദാർനാഥിലെ ആരാധനാമൂർത്തി ശിവൻ. കോലാട് എന്ന ചെറുകഥ എഴുതിയത് കമല സുരയ്യ. ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി രചിച്ചത് ലൂയി ഫിഷർ. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് പൈതഗോറസ്. സംഘകാലത്തെ രാജവംശങ്ങളിൽ ഏതിനെക്കുറിച്ചാണ് മെഗസ്തനീസ് ആദ്യം പരാമർശിച്ചത്? പാണ്ഡ്യ. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. നാഷണൽ അക്കാഡമി ഓഫ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് എവിടെയാണ്? ഷിംല. ഭരണഘടനയുടെ 356 അനുച്ഛേദ പ്രകാരം മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ട ആദ്യ സംസ്ഥാനം കേരളം. ഫ്രഞ്ച് സുഡാന്റെ പുതിയ പേര് മാലി. ഭാരതരത്നം നേടിയ രണ്ടാമത്തെ വനിത മദർ തെരേസ. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം ആര്യങ്കാവ് ചുരം. ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഭാരതരത്നം നേടിയ ഏക വ്യവസായി JRD ടാറ്റ. കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഗാലിയം. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം 1897. കണ്ണൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ അബ്ദുൾ റഹ്മാൻ. സംസ്ഥാനത്തെ ജനറൽ അക്കാഡമിക് സർവകലാശാലകളുടെ ചാൻസലർ ആരാണ്? ഗവർണർ. ഏറ്റവും പ്രക്ഷുബ്ധ അന്തരീക്ഷ പ്രതിഭാസം ടൊർണാഡോ. പ്രാചീന ഈജിപ്തുകാർ ഏത് പിരമിഡിന്റെ നിഴൽ നോക്കിയാണ് ഋതുക്കൾ നിശ്ചയിച്ചിരുന്നത്? ഗിസയിലെ പിരമിഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായം തുണി വ്യവസായം. ട്രൈക്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? രോമം. ഫ്രാങ്കസ്റ്റൈൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് മേരി ഷെല്ലി. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനമായിരുന്നത് കോഴിക്കോട്. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ടെല്ലർ. ബ്രിട്ടനിൽ ആരുടെ ഭരണകാലമാണ് ദി കോമൺവെൽത്ത് എന്നറിയപ്പെട്ടിരുന്നത്? ഒളിവർ ക്രോംവെൽ. സൗരയൂഥത്തിന്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് ജോർജ് ഗാമോവ്. സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ 7. സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം D. ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയ പഞ്ചായത്ത് കല്യാശ്ശേരി. ജഹാംഗീറിനെതിരെ കലാപമുണ്ടാക്കിയ മൂത്ത മകൻ ഹുസ്രു. ലോകത്തെ ഏറ്റവും ജലസമ്പന്നമായ നദി ആമസോൺ. വേദാംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതപ്പെട്ടത് കൽപ്പം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റം യുറേനിയം. ഏറ്റവും കൂടുതൽ ഇലക്ട്രോപോസിറ്റീവായ മൂലകം സീസിയം. ഫ്രഞ്ച് വിപ്ലവകാലത്തെ ചക്രവർത്തി ലൂയി 16. പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടായ തീയതി 1988 ജൂലൈ 8. ആരുടെ സദസ്യനായിരുന്നു അശ്വഘോഷൻ? കനിഷ്കൻ. TV സ്ക്രീനിൽ ചലിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് കണ്ണിന്റെ ഏതു പ്രത്യേകത മൂലമാണ്? സമഞ്ജനക്ഷമത. ടാക്കോഫോബിയ എന്തിനോടുള്ള ഭയമാണ്? വേഗം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്ന ഏകകം വോൾട്ട്. ആദ്യമായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമാ നടി നർഗീസ് ദത്ത്. പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി നവംബർ 12 ആചരിക്കുന്നത്? സലിം അലി. ഗുരുജി എന്നറിയപ്പെട്ടത് MS ഗോൾവാൾക്കർ. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ഏത് കായിക വിനോദത്തിനാണ് പ്രസിദ്ധം? ക്രിക്കറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗുരു അംഗദിന്റെ യഥാർത്ഥ പേര് ലഹ്ന.
ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ പ്രസിഡന്റായ വർഷം 1789. വിജയത്തെ സൂചിപ്പിക്കാൻ 2 വിരൽ ഉയർത്തി കാണിക്കുന്നത് ആവിഷ്കരിച്ചത് സർ വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു സംസ്ഥാനമല്ല, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഓക്കെ. ഡെസ്ഡിമോണ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഷേക്സ്പിയർ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അംഗം ഏത്? സൂര്യൻ. ശൈത്യകാല ഒളിമ്പിക്സിന് വേദിയായ ആദ്യ നഗരം ചമോണിക്സ്, ഫ്രാൻസ്. നോബൽ സമ്മാനം ആദ്യമായി നൽകിയ വർഷം 1901. ഖൈബർ ചുരം ഏത് പർവ്വതനിരയിലാണ്? ഹിന്ദുക്കുഷ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന എസ്റ്റർ ഈഥൈൽ ബ്യൂട്ടറേറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്